ഹായ് മക്കളെ, ജെസി സാറാണ്. അപ്പോൾ മക്കളെ, നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളതാണ്. മക്കളെ, നിങ്ങൾ സ്കൂളൊക്കെ തുറന്നല്ലോ, ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് കണ്ടോ? എന്താണ് അവസ്ഥ? നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെയാണോ 7ാം ക്ലാസ്? മക്കളെ, നിങ്ങൾക്കറിയാം, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല 7ാം ക്ലാസ്. കാരണം അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ കഴിഞ്ഞ വർഷം മാറിയ സമയത്ത് വലിയ കണ്ടന്റുകളാണ് 7ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, കയറി വന്നിട്ടുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് 8ലും 9ലും ഒക്കെ തന്നെ സീനിയേഴ്സൊക്കെ പഠിച്ചിരുന്ന കുറേ ഭാഗങ്ങളാണ് കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക് വന്നിട്ടുള്ളത്. ഇവൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട്, 7ാം ക്ലാസ്സിനകത്തുണ്ട്. അപ്പോൾ 7ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ടടാ. കാരണം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയോ? 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് USS എക്സാം നമുക്ക് എഴുതുന്ന 7ാം ക്ലാസ് ആണ്. പിന്നെ അത് മാത്രമല്ലടാ, ശരിക്കും നമുക്ക് ഈ ഒരു 7ാം ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് അടുത്ത 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈസ്കൂളിലേക്കാണ് പോകുന്നത് അല്ലേ. ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ ഒന്നും അല്ല അല്ലേ. എല്ലാ സബ്ജക്റ്റുകളും വലിയ തരത്തിലേക്ക് കണ്ടന്റുകളൊക്കെ പഠിക്കാനുള്ളൊരു സമയമാണ് ഈ പറഞ്ഞ 8, 9, 10 ക്ലാസ്സുകൾ. അപ്പോൾ അത്തരത്തിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ് 7ാം ക്ലാസ്. അപ്പോൾ 7ാം ക്ലാസ്സിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഗണന കൊടുക്കണം. അപ്പോൾ 7ാം ക്ലാസ്സിൽ നിങ്ങളെ മാക്സിമം നിങ്ങളെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സൈലത്തിൻ്റെ ഒരു കിഡിലൻ ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുങ്ങിയിട്ടുണ്ട്. അത് മറ്റൊന്നല്ല, അവെഞ്ചേഴ്സ് ബാച്ചാണ്. അവെഞ്ചേഴ്സ് ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണാൻ പറ്റും. അതുമാത്രമല്ല, എക്സാം സീരീസുകളുണ്ട്. കൂടാതെ മക്കളെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു എന്താണെന്ന് പറയുക മക്കളെ, ഒരു ഫീച്ചർ അതൊന്നും അല്ലടാ, നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട്, നിങ്ങൾ ഓൺലൈൻ ഫാക്കൽറ്റീസിനോട് നിങ്ങൾക്കൊക്കെ ഡൗട്ട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഓരോന്നിനും ഡൗട്ടിന് എന്ത് ചെയ്യും, കൃത്യമായിട്ട് മറുപടി നൽകും. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു കിഡിലൻ ഫീച്ചേഴ്സുകളാണ് നമുക്കവിടെ കാത്തിരിക്കുന്നത്. മക്കളെല്ലാവരും തന്നെ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോ, എന്നിട്ട് അവെഞ്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് മാറിക്കോ. നമുക്ക് അവെഞ്ചേഴ്സിൽ കാണാം മക്കളെ. ഓക്കെ.